ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പൂനൂർ മാടത്തുമ്പോയിൽ വട്ടക്കണ്ടി എന്ന് പറഞ്ഞ ഈ വീട്ടിലാണുള്ളത്. ഇവിടെ വന്നത് നൗഫീലാനെ കാണാനാണ്. നൗഫീലാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മോൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവൾക്ക് ചെറുപ്പത്തിലൊരു അപസ്മാരം ഉണ്ടായിരുന്നു. അപ്പോൾ 14 വർഷമായി ഇപ്പോൾ അപസ്മാരമൊക്കെ വന്നിട്ട് അതിന് സ്ഥിരമായിട്ട് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അതല്ലാണ്ട് പിന്നെ അവർക്ക് ചെറിയൊരു പക്വതക്കുറവ്, പിന്നെ അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. കാരണം ഈ അപസ്മാരം ചെറുപ്പത്തിലുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ 4ാം ക്ലാസ് വരെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ എഴുതാനും വായിക്കാനും അങ്ങനെ അറിയില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കണം, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. എത്രയും പെട്ടെന്ന് നമുക്ക് നൗഫീലാൻ്റെ കല്യാണം നടത്തണം. ഓക്കെ, എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇതാണ് നൗഫീലാൻ്റെ വീട് കേട്ടോ. ഇതാണ് കേട്ടോ നൗഫീല എന്തൊക്കെയാ, സുഖല്ലേ? ഇത് നൗഫീലാന്റെ അമ്മോനാണ് അല്ലേ? അതെ. എൻ്റെ പേരെന്താ? മുഹമ്മദ്. ഓക്കെ. ഞാൻ തുടക്കത്തിൽ ചെറുതായിട്ട് പറഞ്ഞു. ഓക്കെ, അപസ്മാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ചെറുപ്പത്തിലുണ്ടായിരുന്നു അല്ലേ? പിന്നെ അത് ഇല്ല, പിന്നെ ഇപ്പം 14 വർഷത്തോളായി ഇല്ലാത്ത. 14 വർഷത്തോളായി. അതിൻ്റെ ഒരു ചെറിയൊരു ഗുളിക അത് പേടിയുള്ളത് കൊണ്ട് എന്താ വരും എന്നുള്ള പേടി വെച്ച് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അത് അപസ്മാരം വന്ന ഒരു 90% ആളുകൾക്കും ചെറുപ്പത്തിൽ വന്നവർക്ക് പിന്നെ അധികം ആൾക്കും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ ഗുളിക നിർത്താൻ പറ്റില്ല. കാരണം ഒരു ഇനി വരുമോ എന്നുള്ള നമ്മളെ ഉള്ളിലുള്ള ഒരു ആ ഒരു ഇതിന്റെ പേരിൽ നമ്മൾ കുടിക്കുന്നതാണ്. അപ്പോൾ 14 വർഷമായിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി അത് പിന്നെ വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമ്മൾ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നൗഫീല 4 വരെയാണ് പഠിച്ചല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപസ്മാരം കുറച്ച് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ഉമ്മ? ആ ഒരു സമയത്ത് പറഞ്ഞല്ലോ പിന്നെ അപസ്മാരം വരും, അപ്പോൾ ടീച്ചർമാർ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നറിയോ. അങ്ങനെ ആയിട്ട് പഠിപ്പങ്ങനെ മുമ്പോട്ട് പോയില്ല. പിന്നെ അവള് വിറ്റമിൻസിൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ? അതൊന്നൊരു കുറവില്ല. ഭക്ഷണം ഒരു കുറവ്, കഴിക്കാൻ കുറവ് അല്ലാണ്ട് ഒരു കുറവുകൾ വേറൊന്നുമില്ല. ഭക്ഷണത്തിന്റെ ഒരു അവള് ഭക്ഷണം കഴിക്കൽ കുറവാ നൗഫീല. നൗഫീലക്ക് എത്ര വയസ്സായി? 33 വയസ്സായി അല്ലേ? നിങ്ങൾ എത്ര മക്കളാ? 2 മക്കള്. ഒരു അനിയനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാനാ മൂത്തത്. അനിയൻ എന്താ ചെയ്യുന്നേ? അവന് ഇവിടെ അല്ല, അവന് പുറത്ത് ഗൾഫിലാ. ഉപ്പ എന്താ ചെയ്യുന്നേ? ഉപ്പ ടൈലിന്റെ പണിക്ക് പോകണം. നൗഫീല പുറത്തോട്ടൊക്കെ ഒറ്റക്ക് പോവാറുണ്ടോ? ഇല്ല, വലങ്ങനൊന്നും പോക്കില്ല. ഇതിലൂടെയൊക്കെ പോകുന്നു, അല്ലാണ്ട് അവിടെ ഇങ്ങോട്ട് പോക്കില്ല. നൗഫീലക്ക് അങ്ങനെ എഴുതാനും വായിക്കാനും പിന്നെ സ്കൂൾ പോവാത്തതിന്റെ ഭാഗമായിട്ട് ഒരു അറിയായിയാണ് അല്ലേ? ഈ സ്കൂളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ, മദ്രസയിലത്തെ വിഷയമല്ലേ. ഖുർആനൊക്കെ ഓതാറില്ലേ? അതും നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അതൊക്കെ നൗഫീലാക്ക് നല്ല സ്മാർട്ടായിട്ട് അറിയാം അല്ലേ? പിന്നെ ആ പൈസേന്റെ കണക്ക് അങ്ങനത്തെ നമ്മൾ അധികം അതുമായിട്ട് അങ്ങനെ ഡീൽ ചെയ്യലില്ല അല്ലേ? അതെ, നമ്മൾ വീട്ടിലാണല്ലോ. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളായിട്ട് വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ടോ നൗഫീല? നമുക്ക് ഒപ്പിച്ചിട്ട് അങ്ങനെ അല്ലേ, നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒപ്പിച്ചിട്ട് നോക്കൂ അല്ലേ? ഈ മുഖത്തുള്ള ഈ പാട് ആദ്യമേ ഉള്ളതാണോ? ഉണ്ടായിരുന്നു. അത് ചെറുപ്പത്തിലുള്ളതാ? ഉമ്മ, നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും അധികം ദൂരം പറ്റൂല. മലപ്പുറം ജില്ല, കോഴിക്കോട് പറ്റും. മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും മാത്രം മതിയോ? വേറെ തൊട്ടടുത്തുള്ള ജില്ലകൾ ഏതെങ്കിലും അന്വേഷിച്ച് നോക്കാം. പ്രധാനമായിട്ട് നമുക്ക് എന്താ വെച്ചാല് ഇവിടെ ഈ ആരോഗ്യ പ്രശ്നം അനുസരിച്ച് നമുക്ക് വീട്ടിലേക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരാളാകുമ്പോ പിന്നെ ജില്ല നമുക്ക് പോയി അന്വേഷിക്കാൻ പറ്റിയ സ്ഥലം ആയിക്കണോ കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആള് ആണ് താല്പര്യം നമുക്ക് അതിനെ കൊണ്ടാണ്. എല്ലാത്തതും ഓളെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ ഓക്കെ എന്നുള്ളത് പറഞ്ഞു കേട്ടോ. ഉമ്മ ഓക്കെ, വേറെ പിന്നെ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലല്ല, അവൾ ഒരു ഗുളിക വേറൊന്നും കഴിക്കുകയൊന്നും ചെയ്യുന്നില്ല. വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാനും. ഈ ഒരു ഗുളിക അതോളെ പേടിയോണ്ട് അവള് കഴിക്കുകയാണ്. 14 വർഷമായി അപസ്മാരമൊന്നും ഇല്ലാണ്ടായിട്ട്.
ഗുളിക ഡോക്ടർ കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഓള് കുറയ്ക്കുന്നില്ല, ഓളെ പേടിയുണ്ട് തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ ഉള്ളതായ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കല്ല, ഓക്ക് ഓരോന്നിനോരോ ഇഷ്ടമാണ്. ഭക്ഷണം ഒരു കുറവാന്ന് ഓള്, ഇഷ്ടമുള്ള ഭക്ഷണം ഓള് കഴിക്കും. മൊത്തത്തിൽ ഒരു സ്ലോ ഉണ്ടോ? മൊത്തത്തിൽ ഭക്ഷണം കഴിക്കാനൊരു ഇതാണ്. അതല്ലാതെ അവളെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും കുറച്ച് സ്ലോ ഉണ്ടോ നൗഫീല? അങ്ങനൊന്നുമില്ല. നല്ല പതിയെ പതിയെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാണ് ചെയ്യാ അല്ലേ? അതെ അതെ അതെ. ഓളെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്തോളും. അതെ അതെ. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്നാലും ഓളെ അത്യാവശ്യം ഓളെ എല്ലാം പണി, അത്യാവശ്യം പണിയൊക്കെ എടുക്കും. മുറ്റടിച്ചാലും തൊടുക്കി അടിച്ചാൽ അങ്ങനത്തെ പണികളൊക്കെ എടുക്കും. ഇക്ക നൗഫീലാക്ക് 33 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? ഒരു 35-40, പരമാവധി 42 വയസ്സ് വരെയൊക്കെ പോവാം, പ്രശ്നമില്ല. ഒരു 42 വയസ്സ് വരെയൊക്കെ ഉള്ളത് അല്ലേ? അതെ. അപ്പൊ ആ ഒരു വയസ്സിൽ എന്ന് പറയുമ്പോ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതായിരിക്കും കൂടുതൽ ഉണ്ടാകുക, അത് നമ്മൾ സ്വീകരിക്കൂലേ? സ്വീകരിക്കാം. നമുക്ക് ഈ ഒരു വിഷയമാണ് പരമാവധി നമുക്ക് വീട്ടിലേക്ക് ഉള്ള വിഷയം ഉണ്ടല്ലോ, ഒരു വീട് സ്വന്തമായിട്ട് പരിഹരിക്കാനും ഒക്കെ എന്താകൂല, നടക്കൂല. അപ്പൊ ഒരാള് സഹായം ഇല്ലാണ്ട് ഒക്കെ എന്താക്കൂല, വീട്ടു ജോലി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പരമാവധി നമുക്ക് ഈ വീട്ടിലേക്ക് തന്നെ പറ്റിയ ഒരാളാണെങ്കിൽ ഓക്കെ. പിന്നെ അതല്ല ഓളെ അനുസരിച്ച് കൊണ്ടുപോയി നോക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ആളായാലും നമുക്ക് എന്തൊക്കെ പരിഗണിക്കാം. അതെ. ഇപ്പോൾ ആ ഡിവോഴ്സ് ആയതും അല്ലെങ്കിൽ ഭാര്യ മരിച്ചതും നമുക്ക് വിഷയമല്ല. ഇപ്പോൾ ഡിവോഴ്സ് ആയതൊക്കെ ആണെങ്കിൽ കുട്ടികൾ പിന്നെ ഭാര്യയുടെ കൂടെയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. കാരണം ഒരു കുട്ടീനെ പെട്ടെന്ന് അങ്ങനെ ഒരു കുട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അവൾ അങ്ങനെ ആയി വരണോ, കല്യാണം കഴിഞ്ഞ് അവരുമായിട്ടുള്ള ഒരു സിങ്കായി അങ്ങനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഉഷാറായി വരണം. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആ ബാധ്യത ഇല്ലാത്ത അങ്ങനെയുള്ള ആലോചനയാണ് കേട്ടോ വേണ്ടത്. നമുക്ക് എല്ലാവർക്കും വരാൻ പോകുന്ന പിയാപ്പിളനെ പറ്റി ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ടാവും, എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ. നൗഫീലാക്ക് എന്താ പറയാനുള്ളത്, എങ്ങനെയുള്ള പിയാപ്പിളിനെയാണ് വേണ്ടേ? എൻ്റേതെന്ന് വെച്ചാൽ എന്നെ നോക്കാൻ പറ്റുന്നൊരു ആള് ആണ്, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഒക്കെ മാക്സിമം അന്വേഷിക്കുക. പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കൂ, അപ്പോൾ നല്ലപോലെ അന്വേഷിക്കുക. കല്യാണശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതേപോലെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇവരെ പറ്റി മാക്സിമം അന്വേഷിച്ച് ഇവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവുക. പിന്നെ നമ്മൾ 10 മിനിറ്റ് വീഡിയോയിൽ പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ അനാവശ്യമായിട്ട് പല കോളുകളും വരും. ഇപ്പോൾ നമ്മളിൽ നമ്പർ കൊടുക്കുമ്പോൾ ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്താൽ മതി. പിന്നെ ഓളെ ഫോട്ടോയും വീഡിയോ കോൾ വിളിക്കണം അങ്ങനെയൊന്നും പറഞ്ഞാൽ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ ഓളെ നമ്പറോ ഉമ്മാൻ്റെ നമ്പറൊന്നും കൊടുക്കണ്ട, ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്താൽ മതി. അവരോടൊന്ന് പറയണം. അത് എന്നിട്ട് പലതും പറയുമല്ലേ നമ്പർ പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. ആണുങ്ങളോട് പറഞ്ഞിട്ട് ഡീലാക്കുക എന്നല്ലാണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞാലേ ഡീലാവുന്നില്ലല്ലോ. എന്നിട്ട് പെണ്ണ് കാണാൻ വരാൻ പറയുക, എന്നിട്ട് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. എല്ലാവരും നല്ലവരല്ല എന്നുള്ളത് നമ്മളെപ്പോൾ മനസ്സിൽ വേണം കേട്ടോ. ഇൻഷാ അല്ലാ. ഉമ്മ വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഓളെ നോക്കുന്ന, ഓളെ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരാൾ ആണ് എത്തിപ്പെടേണ്ടത് ആണ് അറിയാനുള്ളത്. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ. നൗഫീല എന്നാ പോട്ടെ. അസ്സലാമു അലൈക്കും ഇക്ക. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഫ്രണ്ട്സ്, നൗഫീലും അമ്മൂനും ഉമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന മുമ്പോട്ട് വരിക. നൗഫീലാക്ക് പിന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, അതായത് ഹെൽത്ത് പരമായിട്ട് ആരോഗ്യപരമായിട്ട് ഭക്ഷണം കഴിക്കൽ കുറച്ച് കുറവ് എന്നുള്ളതാണ്. അല്ലാണ്ട് ആരോഗ്യത്തിന് അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല. എങ്കിലും ആൾ ചെറിയൊരു സ്ലോ ആണ്, പിന്നെ ചെറിയൊരു പക്വത കുറവുണ്ട്. പിന്നെ അതേപോലെ അപസ്മാരത്തിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണം. അപ്പോൾ അത് അപസ്മാരമൊക്കെ 14 വർഷം മുമ്പ് വന്നതാണ്. എങ്കിലും നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപസ്മാരം വന്ന മക്കൾ. അത് പിന്നെ ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് വരെ കണ്ടിന്യൂ തന്നെ ചെയ്യണം. കാരണം ഇനി അത് വരുമോ എന്നുള്ള ഒരു പേടിയുണ്ടല്ലോ, അതിൻ്റെ പരമായിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരിക. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിളിച്ച് നല്ലപോലെ ബോധ്യപ്പെട്ട് അറിയാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒക്കെ ചോദിച്ച് ക്ലിയർ ആക്കണം കേട്ടോ. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് അത് ഇത് എന്ന് പറയാൻ പാടില്ല. കല്യാണം ഒരുപാട് വർഷം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരിക. ഇൻഷാ അല്ലാ. ദൂരത്തിൻ്റെ പോലും പറഞ്ഞല്ലോ, അവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാണ് കൂടുതൽ താല്പര്യം. ഇനിയിപ്പോൾ നല്ലൊരു ഫാമിലി ഓളെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ ഉള്ളതാണെങ്കിൽ അങ്ങോട്ട് പോകാനും മടിയില്ല. ഒറ്റക്കൊക്കെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ആവില്ല.
കുക്കിംഗ് ഒന്നും അങ്ങനെ കണ്ട് അറിയില്ല. ആ പരിമിതികളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫാമിലിയാണ്, അങ്ങോട്ട് വിടാനും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നോക്കിയിട്ട് ചെയ്യാൻ നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ. നൗഫീലാൻ്റെ ഉയരം 1,65 മുകളിൽ എന്തായാലും ഉണ്ടാവും, കറക്റ്റ് അറിയില്ല, എന്നാലും 1,65 മുകളിൽ ഉണ്ടാവും, 68 അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ആള് മെലിഞ്ഞിട്ടാണ്, നിങ്ങൾ കണ്ടല്ലോ, ആള് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ.